നമസ്കാരം. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലുള്ളത്. ഞങ്ങൾ ഇന്ന് ബിലാസ്പൂരിന്റെ കുറച്ച് കാഴ്ചകളിലേക്ക് പോവുകയാണ്. നമുക്ക് അവിടത്തേക്കൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഏതൊരു സ്ഥലത്തെത്തിയാലും ആദ്യം നിങ്ങളോട് പറയുന്നത് അവിടുത്തെ താമസ സൗകര്യമാണല്ലോ. ഞങ്ങൾ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലാണ് താമസിക്കുന്നത്, IRCTC റിട്ടയർ റൂമിൽ. നമുക്ക് അതാദ്യം പോയി കണ്ടിട്ട് വരാം. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മുടെ റിട്ടയർ റൂമൊക്കെ വരുന്നത്. ഇവിടെ തന്നെ കാണാം IRCTC റിട്ടയറിംഗ് റൂം. നമുക്ക് സ്റ്റെപ്പ് ഉണ്ട്, സ്റ്റെപ്പ് കയറി നമുക്ക് റിസപ്ഷൻ ഏരിയയിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലാണ് റിട്ടയർ റൂമൊക്കെ വരുന്നത്. ഇവിടെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് പോസ് ചെയ്ത് നോക്കിക്കോ. ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. സോഫ ആയാലും ഉണ്ട്, വേണ്ട അടിപൊളിയാണ്. പിന്നെ ഇതൊക്കെ ക്യാബിനാണ്. നമ്മുടെ ക്യാബിൻ വരുന്നത് D4, എൻ്റെ ഇതും നവീൻ്റെ വരുന്നത് ഈ ഒരു D5. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് വരുന്നത്. ഈ ഭാഗത്ത് മുഴുവനായിട്ടുണ്ട് കണ്ടതാ, ഒരുപാട് ക്യാബിൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഓപ്പൺ ചെയ്ത് കയറാം. ലോക്ക് തുറന്ന് ഇതിൻ്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കാണുന്നത് ഇതൊക്കെയാണ്. നമുക്ക് നമ്മുടെ ഡോറ് നല്ല രീതിയിൽ തന്നെ ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഡോറിൻ്റെ ഇവിടെ തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ തൂക്കിയിടേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും നമുക്കിത് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ പ്രൈവസിക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ അപ്പുറത്തും ക്യാബിനുണ്ട്, ഇതിൻ്റെ അപ്പുറത്ത് എവിടെയാണ് നവീനുള്ളത്. ബെഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക. നല്ല അടിപൊളി കംഫർട്ടായിട്ടുള്ള ഒരു ബെഡാണ്. പില്ലോ ഉണ്ട്, നമുക്ക് രാത്രി പുതക്കാനുള്ള ഇതുണ്ട്. പിന്നെ ഇവർ തന്നെ നമുക്ക് ടവലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ഡോർമെറ്ററിലൊന്നും ടവലൊന്നും പ്രൊവൈഡ് ചെയ്യില്ല, ഇവർ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ നമുക്ക് ഇത് നമുക്ക് ഈ ഒരു ഡോറ് ലോക്ക് ചെയ്യേണ്ട ഒരു കീ ആണിത്, D4 എന്നുള്ള ഇതുകൊണ്ട്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു ടേബിളുണ്ട്. അതിൻ്റെ ഇവിടെ തന്നെ നമുക്കിവിടെ റിസപ്ഷനിലേക്ക് കോൾ ചെയ്യാനൊരു ഫോണുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഫ്ലവർ ഉണ്ട്, ഒരു ഫ്ലാസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ഗ്ലാസ്സും ഉണ്ട്, നല്ലൊരു മിററും ഉണ്ട്. ഈ ഒരു വെള്ളം ഞങ്ങളുടേതാണ്, അവർ തന്നതല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്തേത്തെ ഒരു കാഴ്ച പറയുന്നത്. പിന്നെ ഇവിടെ തന്നെ 2 ലൈറ്റും ഉണ്ട്, ഒരു ഫാനും ഉണ്ട്. കാരണം ഇത് AC ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫാനിൻ്റെ ആവശ്യമില്ല, കാരണം നല്ല കൂളിംഗ് ആണ് ഇതിൻ്റെ അകത്ത്. പ്രൈവസി അത്യാവശ്യത്തിന് വേണ്ട നല്ല രീതിയിലുള്ള പ്രൈവസി ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇത് ജനറൽ ഡോർമെറ്ററിയാണ്. കാരണം ഇവിടെ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്, രണ്ടുപേർക്കും ഒരേപോലെ സ്റ്റേ ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി ഡോർമെറ്ററിയാണിത്. ഞങ്ങളിവിടെ 24 മണിക്കൂറിലെ സ്ലോട്ടാണ് ബുക്ക് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇത്രയും ചീപ്പായിട്ട് വേറൊരു പ്രോപ്പർട്ടി ഇല്ല. ഈ ബിലാസ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് നമ്മൾ സാധാരണ ഹോട്ടലുകളോ മറ്റു ലോഡ്ജുകളോ നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തൊന്നും തന്നെ ഇല്ല. ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആപ്പ് വഴി നോക്കുമല്ലോ, എല്ലാം കുറച്ച് മാറിയിട്ടാണ്. അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ എന്തായാലും സ്റ്റേ ചെയ്യാൻ പറ്റിയ നല്ലൊരു എന്ന് പറയുന്നത് ഈ പറഞ്ഞ റിട്ടയർ റൂം തന്നെയാണ്. ഇവിടെ 24 മണിക്കൂർ സ്ലോട്ട് എടുത്തത്, വേണമെങ്കിൽ 12 മണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഹൗസ് വെച്ചിട്ട് നമുക്ക് എടുക്കാം. 3 മണിക്കൂർ എടുക്കാം, 6 മണിക്കൂർ എടുക്കാം, 12 മണിക്കൂർ എടുക്കാം, 24 മണിക്കൂർ എടുക്കാം. ശരിക്കും പറഞ്ഞാൽ 12 മണിക്കൂറിനെ കാട്ടി നല്ലത് 24 മണിക്കൂറാണ്. കാരണം പൈസയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതെ, ഇതിൻ്റെ പൈസ കേട്ടിട്ടാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക അത്രയും ചീപ്പാന്ന്. അത് മാത്രമല്ല, അത് ഇവിടെ കണ്ട് ഇവിടെ വന്നപ്പം നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, എനിക്കൊന്നും തോന്നുന്നു നമ്മൾ താമസിച്ച ഡോർമെറ്ററിയിൽ ഏറ്റവും നല്ലൊരു വെർത്തായത് ഇതായിരിക്കും അല്ലേ? തീർച്ചയായും. കാരണം ഒന്ന് ഇതിൻ്റെ അടുത്ത് പറയാം, നല്ല കൂളിംഗ് ആണ്, നല്ല പ്രൈവസിയാണ്, നല്ല കാമാണ്. ഈ കൂളിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ ഒരിക്കലും UP ഗോരഖ്പൂർ പോയിട്ട് ടെറൂമിൽ നിന്നിട്ടുണ്ടായിരുന്നു. AC പേര് മാത്രമേ ഉള്ളൂ, സാധാരണ ഫാനിട്ട് കിടക്കേണ്ട ഒരു അവസ്ഥ. ഇത് നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല കൂളിങ്. ഇവരെ എന്താ പറയുക, ഇവരെ നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത്. സ്റ്റാഫ് ആരായാലും ക്ലീനിങ് ഒക്കെ പക്കയായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ ടോയ്ലറ്റിന്റെ ഭാഗം പോയി കഴിഞ്ഞാൽ ഇവിടെ ആയാലും നമ്മൾ ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഇതൊക്കെ ഉണ്ട്. ഈ ഒരു സോഫ കണ്ടല്ലോ, അവിടെ നിന്ന് വേണം നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. നല്ല രീതിയിൽ അവർ ക്ലീനിങ് ചെയ്യുന്നത് എല്ലാം ഓക്കെയാണ്. ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ 24 മണിക്കൂറിന് 400 രൂപയാണ് ബുക്ക് ചെയ്യുന്ന സമയത്ത് കാണുന്നത്. അതിന്റെ GST ഒക്കെ കൂടിയിട്ട് 460 രൂപ. നമ്മൾ രണ്ടുപേരില്ല സമയത്ത് നമുക്കത് ചിലപ്പോൾ അധികമായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾ ചിന്തിച്ചോക്കോ, നിങ്ങൾ ഒരാളാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രാവിലെ 9 മണി മുതൽ നെക്സ്റ്റ് ഡേ രാവിലെ 9 മണി വരെ 24 മണിക്കൂർ വെറും 460 രൂപക്ക് നല്ലൊരു AC താമസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാലല്ലേ? അതെ, ഈ 9 മണി എന്ന് പറയുന്നത് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയമാണെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് 24 മണിക്കൂറിലെ ഏത് സമയം, 9 മണി, 10 മണി, 11, ഏത് സമയമാണെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതെ, ഞങ്ങൾ സെലക്ട് ചെയ്താണ് പറയുന്നത് 9 മണി to 9 മണി, 24 മണിക്കൂർ. ഏതായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു ഡോർമെറ്ററി തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരുപാട് റൂമുകളൊക്കെ ഉണ്ട്, ഡീലക്സ് റൂം ഉണ്ട്. പക്ഷേ അത് 24 മണിക്കൂറിന് 1700 മുകളിൽ പോകുന്നതുകൊണ്ടാണ് പിന്നെ ഞങ്ങളത് ബുക്ക് ചെയ്യാതെ ഡോർമെറ്ററിയിലേക്ക് വന്നത്. അത് കുറച്ച് കൂടുതൽ റേറ്റ് ആണല്ലേ? അതെ, കുഴപ്പം. എന്തായാലും നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ സ്റ്റേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയൊക്കെ വരുവാണെങ്കിൽ ഡോർമെറ്ററി ഞങ്ങൾ പറയുന്നില്ല. കാരണം
ഇത്രയും ഒരു സേഫ് ഉണ്ട് എന്തായാലും. പക്ഷേ ഇതിനെക്കാട്ടി കുറച്ചും കൂടെ പ്രൈവസി കൂടുതൽ വേണമെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ നമുക്ക് ഏതായാലും കീ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, അത് തന്നെ ഏറ്റവും നല്ലൊരു ഉപകാരം. പിന്നെ ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ബിലാസ്പൂരിന്റെ ടൗണിന്റെ സിറ്റിന്റെ ഭാഗത്തേക്ക് ഇറങ്ങാണ് കുറച്ച് കാഴ്ചകൾ. അതിന് മുന്നേ നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഒന്ന് ഇറങ്ങണ്ടേ? അത് ഇറങ്ങണം. കുറച്ച് പ്രത്യേകതകളുണ്ട് നമ്മുടെ ബിലാസ്പൂരിൽ, അവിടത്തേക്ക് പോകാല്ലേ. റിട്ടയർ റൂം ഒന്ന് പുറത്ത് തിരികെയാണ് ഞങ്ങള്. ഇത് റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗമാണ്. ഇവിടെ തന്നെ ഒരു പഴയ ലോക്കോമോട്ടീവ് ഉണ്ട്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ബിൽഡ് ഇൻ ഇയർ 1933 ഇംഗ്ലണ്ട് എന്നൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് ആണിത്. റെയിൽവേ സ്റ്റേഷൻ ഇതാ ഇവിടെ ബിലാസ്പൂർ ജംഗ്ഷൻ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മുഴുവൻ കാഴ്ച കാണിക്കുവാണെങ്കിൽ ഇത് അങ്ങ് അവിടെ മുതലുണ്ട്, അവിടെ മുതൽ അങ്ങ് അവിടം വരെ. ഇതിപ്പോൾ കറക്റ്റ് നമ്മളുള്ളത് ഇതിൻ്റെ ഒരു നടുഭാഗത്താണ്. ഈ ഒരു പാർക്കിങ്ങിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ദാ ഇവിടെ എത്തും. ഈ പുറത്ത് തന്നെ നിങ്ങൾ കാണുമ്പോൾ ഇവിടെ ഫുഡ് ട്രാക്ക് എന്നൊക്കെ കാണുന്നില്ലേ, അത് നിലവിലിപ്പോൾ ക്ലോസ് ആണ്. ഇതിൻ്റെ അകത്തിപ്പോൾ ഒരു ഫുഡ് പ്ലാസ് ഒന്നും തന്നെ ഇല്ല. ഭക്ഷണം കഴിക്കണമെങ്കിൽ പുറത്ത് തന്നെ പോകണം. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അങ്ങ് അവിടെ മുതൽ തുടങ്ങി ഇങ്ങനെ ഇതാ ഇങ്ങനെ പോയി അങ്ങ് അവിടം വരെയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഇനി അത് പോയി കാണാം. ആ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പഴയ ബിൽഡിംഗ് കാണാം. ഇതാണ് VIP എൻട്രൻസ്. ഇവിടെ തന്നെ 1890 സ്ഥാപിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടൊക്കെ ഉണ്ട്. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനമാണ് ബിലാസ്പൂർ ജംഗ്ഷൻ വരുന്നത്. പക്ഷേ ഇവിടെ ഒരു ഫുഡ് കോർട്ട് പോലും ഇല്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇവിടെ തന്നെ ഹമർ ബിലാസ്പൂർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സെൽഫി പോയിൻ്റൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം. അടിപൊളിയാണ്. ഈ ഹമർ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് ഭാഷയാന്ന് തോന്നുന്നു. അതെ, അല്ലെങ്കിൽ ഹമാരാന്ന് പറയില്ലേ, ആ ഒരു ഹിന്ദി മാക്കുന്ന ആ ഒരു ഛത്തീസ്ഗഡിൻ്റെ ആ ഒരു ഭാഷയിലേക്ക് വരുമ്പോഴാണ് അങ്ങനെ. ഇനിയിപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്തേക്കൂടെ നമുക്ക് കയറാം. നമ്മളിവിടുന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഒരാൾക്ക് 10 രൂപയാണ്. 2 മണിക്കൂറാണ് ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത്. ഇവിടെ 6ഉം 7ഉം 8ഉം പ്ലാറ്റ്ഫോമുകൾ ടെർമിനസ് ആണ്. ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം വരുന്നത് 1ആണ്. നമുക്കിനിപ്പോൾ 1ലേക്ക് പോവാം. ഇതാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ തൊട്ടിപ്പുറത്തുള്ളത് 6, 7, 8 ടോട്ടൽ 8 പ്ലാറ്റ്ഫോമാണ് ബിലാസ്പൂരിലുള്ളത്. ഈ ഒരു റൂട്ടിലേക്കൂടെ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ ഒരു വണ്ടികളാണ്, കൽക്കരി കൊണ്ടുപോകുന്ന വണ്ടികൾ. അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റും ഉള്ളത്. അപ്പം നമുക്ക് ആ ഒരു നെയിം ബോർഡിൻ്റെ അവിടത്തോട്ട് പോകാം. കുറേ ആൾക്കാർ ഇവിടെ ഉറങ്ങുന്നൊക്കെ ഉണ്ട്. ബിലാസ്പൂർ ജംഗ്ഷൻ. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് BSP എന്നാണ്. ഇതാണ് നേരെ ഇപ്പോൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമായിട്ട് അങ്ങ് പോകുന്നത്. ഈ ബിലാസ്പൂർ റെയിൽവേ സ്റ്റേഷനാണ് ലോകത്തിലെ 5ാമത്തെ നീളം കൂടിയ പ്ലാറ്റ്ഫോം വരുന്നത്. അപ്പം ഈ പറഞ്ഞ 1 മുതൽ 5 വരെ നമ്മുടെ രാജ്യത്ത് തന്നെയാണുള്ളത്. ഈ പറഞ്ഞ അത്യാവശ്യം ആ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഞങ്ങൾ പോയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. 1ാമത്തെ വേൾഡിലത്തെ ലോങ്ങസ്റ്റ് പ്ലാറ്റ്ഫോം വരുന്നത് കർണാടകയിലെ ഹുബ്ബള്ളിയാണ്. 2ാമത് വരുന്നത് UP-യിലെ ഗോരഖ്പൂർ. 3ാമത് നമ്മുടെ കേരളത്തിലെ കൊല്ലം. 4ാമത് വെസ്റ്റ് ബംഗാളിലെ ഖഡഗ്പൂർ. 5ാമതാണ് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ വരുന്നത്. 802 മീറ്ററാണ് ഇതിന്റെ നീളം വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടി നമ്മൾ സിറ്റി ഭാഗത്തേക്ക് പോവുകയാണ്. നേരെ ഇതുവഴി തന്നെ പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ നിന്ന് ഇപ്പോൾ വണ്ടിയൊന്നുമില്ല കേട്ടോ. കലിംഗ ഉത്കൽ എക്സ്പ്രസിന്റെ അനൗൺസ്മെന്റ് ആണ് കേൾക്കുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ നോക്കിയതാണ്. ഇവിടെ ഒരു ഫുഡ് കോർട്ടില്ല, നേരത്തെ പറഞ്ഞ പോലെ ലോക്കൽ വെൻഡേഴ്സ് പോലും ഇല്ല. ഇത്രയും വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഞങ്ങൾ പോയതിൽ വെച്ചിട്ട് ഏറ്റവും എന്താ പറയുക, ഈ ഒരു ഫുഡ് കിട്ടാത്തൊരു ഇത്രയും വലിയ റെയിൽവേ സ്റ്റേഷനാണ് കിട്ടാത്തുണ്ടെങ്കിൽ അത് ഈ ഒരു ഇവിടെ തന്നെ ആയിരിക്കും, ബിലാസ്പൂർ തന്നെ ആയിരിക്കും. ചിലപ്പം എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കാം, കാരണം ഫുഡ് കോർട്ടൊക്കെ അടച്ചിട്ടിട്ടാണ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻ അവിടെയാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ആദ്യം ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നത് ഈ ഒരു ഭാഗത്തേക്കാണ്. ഇവിടുത്തെ ഒരു വൃത്തിയെല്ലാം കാരണമാണ് ഞങ്ങൾ പിന്നെ അത് ഉപേക്ഷിച്ചത്. ഞങ്ങളിനിപ്പോൾ നേരെ പോകുന്നത് ബുദ്ധ്വാരി മാർക്കറ്റിലേക്ക്. കുറച്ച് നടന്ന് പോകാനുണ്ട്. കാരണം നമ്മൾ ഭക്ഷണം എന്തും കിട്ടിയാൽ വാങ്ങിച്ച് കഴിക്കുക എന്നൊരു മൈൻഡ് സെറ്റ് ഒന്നുമല്ല. കാരണം നമ്മൾ ആദ്യം നോക്കുന്നത് വൃത്തിയാണ്. നമുക്കിപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് ചിലപ്പോൾ ഫുഡ് ഇൻഫെക്ഷനോ ഫുഡ് പോയിസണോ വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അനുഭവിക്കേണ്ടത് ഞങ്ങൾ തന്നെയായിരിക്കും. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് ബിലാസ്പൂർ ഇതല്ലാണ്ട് വേറൊന്നും കിട്ടാനില്ല. അതാണ് നമുക്ക് ആ ടൗൺ ഏരിയയിലേക്ക് പോയാൽ കുറച്ചൊക്കെ നല്ലൊരു ഹോട്ടൽസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കണം. ഇവിടെ തന്നെ എന്തായാലും നടന്നു പോവാം.
ഈ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലത്തെ ഭാഗം ഇങ്ങനെയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. കുറേ ബേക്കറീസ് ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ കുറേ കടകളും എന്നല്ലാതെ ഇവിടെ ഒന്നും തന്നെ ഇല്ല. ഒരു സിറ്റി കുറച്ച് മാറിയിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഉള്ളിലേക്കാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇവിടേക്ക് ഇഷ്ടം പോലെ പശുക്കളൊക്കെ ഉണ്ട്. ഇതാണ് ബുദ്വാരി ബസാർ. ഈ ഭാഗത്തേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. നമ്മളൊന്നും ഷോപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കയറി വരാമെന്നല്ലാതെ ഒരു ഭാഗത്തെ മെയിൻ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടണമല്ലോ. സൈക്കിളുണ്ട്, ഡ്രസ്സുണ്ട്, എല്ലാം ഉണ്ട്, പലചരക്കുണ്ട്. പക്ഷേ ഹോട്ടൽ മാത്രമില്ല എന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഷൂസ്, ബാഗ്സ്, വാച്ച്, ക്ലോക്ക് എല്ലാം ഉണ്ട്. ഇങ്ങ് നടന്നു പോവാം. ഇവിടെ പശുവൊക്കെ റോഡിൻ്റെ നടുക്കാന്ന് വന്ന് കിടക്കുന്നത്. ഈ ഒരു വഴി തന്നെ നമുക്കിനിപ്പോൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോകാനുണ്ട്. 1 കിലോമീറ്റർ നടക്കാനുണ്ട്. പോകുന്ന വഴിക്ക് നല്ല മരങ്ങളാണ്, തണലുണ്ട് നല്ല. ഇതുവഴി പോകുമ്പോൾ തന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട്, ശ്രീ ബാലാജി മന്ദിർ. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. നമുക്ക് നടന്നു പോകേണ്ടത് ഇതേ വഴി തന്നെയാണ്. നമ്മൾ നടന്നു വന്ന വഴി അതാണേ. അവിടെ നിന്ന് വന്ന് ഇപ്പോൾ ഏകദേശം ടൗൺ ഭാഗത്ത് എത്തിയെന്നാണ് തോന്നുന്നത്. മുൻഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കടകളും ക്ലോസ് ആണ്. അതെന്തായാലും അങ്ങനെ വരുള്ളൂ. നമ്മളിപ്പോൾ നടന്നിട്ട് ബാന്തുവ തലാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു പാർക്കുണ്ട്. ഇത് അമ്യൂസ്മെൻറ്റ് പാർക്കെന്ന് കാണുന്നത്. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും കൂടെ നമുക്ക് കാണാനുണ്ട്. നമ്മൾ അത് അന്വേഷിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ ടിക്കറ്റ് ചാർജൊക്കെ ഉണ്ട്. എന്താ സ്ഥിതി എന്നൊക്കെ നോക്കിയിട്ട് വരാം. ഇതാണ് അവിടെ എഴുതിയത് അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നുള്ളത് വേറെ ബോർഡാണ്. ഇവിടത്തേക്ക് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വന്നത് 20 രൂപയാണ്. ഇനിയിപ്പം ഇവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടെ കുട്ടികൾക്കൊക്കെ കളിക്കേണ്ട ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വണ്ടിയൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിൻ്റെ ഭാഗത്തേക്കൂടെ നമുക്ക് നടക്കാം. അതാ അതായത് കറക്റ്റ് ഈ ഒരു ലേക്കിൻ്റെ നടുഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ശരിക്കും ഇവിടെ ഈ സമയത്ത് തന്നെയാണ് വരേണ്ടത്, വൈകുന്നേരം. ഇപ്പോൾ സമയം ഒരു 4:30 സമയം 4:50. 4:50. ഈ സമയത്ത് തന്നെയാണ് ഇവിടെ വരേണ്ടത്, ഈവനിങ് ടൈമിൽ. എന്നാൽ നല്ല രീതിയിൽ നമുക്കിതെല്ലാം കാണാം. അല്ലെങ്കിൽ നല്ല വെയിലായിരിക്കും. ഇവിടെ പ്യുവർ വെജ് റെസ്റ്റോറൻറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടതാ. ഇങ്ങിവിടെ ഇതാ. ഇപ്പോൾ ഭക്ഷണത്തിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല ഈ ഒരു ഭാഗത്തേക്ക്. ശരിക്കും റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലതല്ലേ. എല്ലാ റെയിൽവേ സ്റ്റേഷനും നമുക്ക് കഴിക്കുന്ന ഫുഡ് ഉണ്ടാവേണ്ടതല്ലേ. മെയിൻ റെയിൽവേ സ്റ്റേഷൻ എന്ത് പറ്റിപ്പോയിന്ന് ഒന്നും തന്നെ ഇല്ല. ഈ ഒരു വഴി നടന്നു പോകുമ്പോൾ തന്നെ ഇവിടെ മെയിനായിട്ട് കാണേണ്ട ഒന്നുണ്ട്. ഇവിടയിലേക്കൂടെ പോകുമ്പോൾ തന്നെ ഇവിടെ നന്ദി പശു ഉണ്ട്. അതുപോലെ തൊട്ടിതാ ശിവൻ്റെയും പാർവതിയുടെയും ഒരു വലിയൊരു സ്റ്റാച്ചു. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. നമ്മളിവിടെ വരുവാണെങ്കിൽ ഇതാണ് ഇവിടെ വന്ന് മെയിനായിട്ട് കാണേണ്ടത്. നല്ല അടിപൊളി ഗാർഡനാണ്. നമുക്ക് ഈ ഒരു വഴിയൊക്കെ നടന്നു പോവാം. വന്നിരിക്കാനൊക്കെ പറ്റിയ സ്പോട്ട് തന്നെയാണ്. വെയിലൊക്കെയുള്ള സമയത്ത് എവിടെയൊക്കെ വന്നിരിക്കാം. ഇത് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു സ്റ്റാച്ചു ഉള്ളത് ഒരു ലേക്ക് ഉണ്ടല്ലോ, നമ്മൾ ആ ലേക്കിൻ്റെ ആ ഒരു ഭാഗത്താണ് വന്നത്. അതിൻ്റെ ഇപ്പുറത്തും ലേക്കാണ്. ആ ലേക്കിൻ്റെ നടുഭാഗത്താണ് ഈ സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഇതിൻ്റെ എന്തൊക്കെയോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ ഒരു വഴി നടക്കാം. പിന്നെ ഇവിടെ എന്തൊക്കെയോ ഇവിടെ ഈ ഒരു കോഫി ഷോപ്പിൻ്റെ ഒക്കെ വർക്കാണ്. നമുക്ക് ഏത് ഭാഗത്തേക്കൂടി നടന്നു പോവാം. പിന്നെ ഇതൊരു ബോട്ടല്ലേ ഇത്? യെസ്, ഇതൊരു ബോട്ടാണ്. ഇതിപ്പോൾ ഇല്ലാന്ന് തോന്നുന്നു, പാക്കേജ് ആയിരിക്കാം മിക്കവാറും ഇത്. ഈ ഒരു ഭാഗത്തേക്കൂടി ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട്. ഈ ബ്രിഡ്ജ് വഴി നമുക്ക് നടന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡിലേക്ക് വരാം. എല്ലായിടത്തും നല്ല അടിപൊളി വൃത്തിയാണ്. നല്ല രീതിയിൽ ഇവരൊക്കെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടത്തേക്ക് വാഹനങ്ങൾക്കൊന്നും പ്രവേശനമില്ല.
ഇതിപ്പോൾ സർവീസൊന്നും ഇല്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇങ്ങനെയാണ് നടന്നിട്ട് കയറി പോകേണ്ടത്. യെസ്, നമ്മളിവിടം വരെ വരുന്നല്ലോ, ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ നടന്നു പോകുന്നില്ല. ഇവിടെ നിന്ന് കാണുന്ന ഒരു മെയിൻ കാഴ്ച ഇതാണ്. എന്തായാലും ഈ ഒരു ഭാഗത്ത് വന്നത് എന്തായാലും അടിപൊളിയായില്ലേ നവി? അതെ, വലിയ കുഴപ്പമില്ല. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ വിചാരിച്ചൊരു 1.5 കിലോമീറ്റർ നടന്നു ഇതൊക്കെ ഒന്ന് കാണാമല്ലോ. ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ കയറിപ്പോയത്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഞാൻ ഇത് കണ്ടിട്ട് ആദ്യം ഫാമിലി അമ്യൂസ്മെൻറ്റ് പാർക്ക് കണ്ടിട്ട് പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്. ഇനിയിപ്പം ഈ ഒരു വഴിയാണ് നമുക്ക് നടന്നിട്ട് പോകാനായിട്ടുള്ളത്. നമ്മൾ നടന്നു വന്ന വഴി അതാണേ. ഇനിയിപ്പോൾ നമുക്കിവിടെ ഒരുപാട് വണ്ടികളൊക്കെ കാണുന്നുണ്ട്. ഒരു ഓട്ടോയ്ക്ക് പോവാം. ഇതാ ഇവിടെ തന്നെ ഡീപ്പ് പുള്ളിക്കാരോട് ചോദിച്ചോ. നമുക്കിവിടുന്ന് ഒരു ബാറ്ററി വണ്ടി കിട്ടി. 2 കിലോമീറ്ററിന് മുകളിൽ പോകാനുണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് പറഞ്ഞത്, 2 പേർക്കും കൂടെ 40 രൂപ. ഒരു കടകൾ മുഴുവനും ക്ലോസ് തന്നെയാണ്. എന്താ പറഞ്ഞാൽ ഞായറാഴ്ച ആയാലും ഇങ്ങനെ മുഴുവനും ക്ലോസ് ആക്കണോ? ഒരു കട പോലും തുറന്നിട്ടില്ല. ഇനി രാത്രിക്ക് ഭക്ഷണം കഴിക്കാൻ നല്ലൊരു ഹോട്ടലൊക്കെ ഉണ്ടാവുമോ ദൈവത്തിന് അറിയാമല്ലോ. ദൈവത്തിനറിയാം. റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായില്ല, ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാം ക്ലോസ് ആണല്ലോ. ഒരു പെട്ട അവസ്ഥയിലാണ് ഉള്ളത് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ. റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല റോഡൊന്നല്ല, ഗട്ട് റോഡ് തന്നെയാണ്. ശരിക്കും ഇതിലേക്കൂടെ വന്നപ്പോൾ തന്നെ ബിലാസ്പൂർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. സൈക്കിൾ റിക്ഷയിൽ വന്നിട്ട് ഇതാ ഈ ഒരു ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഉള്ളിലോട്ടൊരു റോഡുണ്ട്, ആ ഒരു വഴി ഇതാ അങ്ങോട്ടാണ് പോകാനുള്ളത്. അങ്ങനെ നടന്ന് ഹാപ്പി സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇതിൽ വലിയൊരു കോമഡി ഉണ്ട്. ഇവിടുത്തെ ഒരൊറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഈ ഹാപ്പി സ്ട്രീറ്റ് എവിടെയാണെന്ന് അറിയില്ല. എവിടെയുള്ള നമ്മളിത് തപ്പിപ്പിടിച്ച് കണ്ടെത്തിയല്ല, മാപ്പൊക്കെ വെച്ച് എത്രയോ ബുദ്ധിമുട്ടിയല്ലേ നവി. ആദ്യത്തെ ഒരു വീട്ടിൽ കണ്ടില്ല, ഒരു ഓട്ടോറിക്ഷ, പുള്ളിക്കാരനെ അറിയേയില്ല സംഭവം. എങ്ങനെ പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷും കാണിച്ചു കൊടുത്തിട്ട് അറിയില്ല. രണ്ടാമത് ഒരു നമ്മുടെ ബാറ്ററി വണ്ടിയില്ല, ആ ചേട്ടൻ എന്ന് വെച്ചാൽ ഞാൻ ഗൂഗിൾ മാപ്പ് കാണിച്ചു കൊടുത്ത് പിന്നീട് ഐഡന്റിഫൈ ചെയ്തു കേട്ടോ, ഈ പറഞ്ഞ നദിക്കരയിലായെന്ന് പറഞ്ഞുകൊണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം. ഇതുവഴിയാണ് ഇനിയിപ്പോൾ കയറി പോകേണ്ടത്. ഇടുങ്ങിയൊരു വഴിയുണ്ട്. ഇവിടെ ക്രിക്കറ്റ് കളിക്കുകയാണല്ലോ പിള്ളേർ. ഇങ്ങനെ നടന്നു പോകാനുള്ള അടിപൊളി വഴിയുണ്ട്. ഇവിടെ തന്നെ ഇരിക്കാനുള്ള ഒരു ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു അകത്തേക്ക് കയറണം, അത് കയറാം. ഇവിടെ സൈഡിൽ ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നു, അതും ക്ലോസ് ആണ്. ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ ഐ ലവ് ബിലാസ്പൂർ എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒരു സെൽഫി പോയിൻ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം. ഇവിടെ ഇനി കുറച്ച് നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. ഇതിൻ്റെ അകത്തേക്കും കയറൽ ഇങ്ങനത്തെ എല്ലാം വഴിയാണ്. അങ്ങനെ നമ്മൾ ഇതാ ബിലാസ്പൂരിലെ തന്നെ ഒരു അടിപൊളി സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ഏത് വഴി വേണമെങ്കിൽ നടന്നിട്ട് പോവാം. ഇതുവഴി അധികം നടക്കണ്ട, കാരണം വെള്ളം ഉണ്ടാവും. ആർപ്പ നദിയാണ് ഈ തൊട്ട് മുന്നിൽ കാണുന്നത്. അങ്ങ് അവിടെ ആയിട്ട് ഒരു പാലമൊക്കെ ഉണ്ട്. നിരവധി വാഹനങ്ങളാണ് അതുവഴി കടന്നു പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് തന്നെ ഇവിടെ പുതിയൊരു പാലം കിട്ടുന്നുണ്ട്. ആ ഒരു പാലത്തിന് ബദലായി ആയിരിക്കാം ചിലപ്പോൾ ഇവിടെ പണിയുന്നത്. നമുക്കിനി ആ ഒരു ഭാഗത്തോട്ട് പോവാം. നമ്മളിപ്പോൾ ഉള്ള ഒരു ഭാഗമില്ലേ, ഇവിടെ രാത്രിക്ക് ലൈറ്റ് ഷോ ഒക്കെ ഉള്ളൊരു ഭാഗമാണ്. ലേസറും അതുപോലെ തന്നെ വെള്ളമൊക്കെ വരുന്നൊരു ഭാഗം കാണുന്നുണ്ട്. ഇവിടെ ഇതാ ഐ ലവ് ബിലാസ്പൂർ. സമയം ഇപ്പം 5:45. സൂര്യനൊക്കെ അസ്തമിച്ച് വരാനുള്ള ഒരു ടൈമായി. പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നല്ലൊരു ആൾക്കാർ വരും, കാരണം ഞായറാഴ്ച കൂടെ അല്ലേ. അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൻ്റെ നിയമ തലസ്ഥാനമാണ് ഈ ഒരു ബിലാസ്പൂർ വരുന്നത്. ബിലാസ്പൂർ എന്ന് വെച്ചാൽ ഛത്തീസ്ഗഡിലെ വ്യാപാര വാണിജ്യ കേന്ദ്രം കൂടിയാണ്. റായ്പൂരാണ് ഏറ്റവും വലിയ നഗരം വരുന്നത്. അതുപോലെ തന്നെ ബിലാസ്പൂർ എന്ന് പറഞ്ഞാൽ ഉത്സവങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നുണ്ട്. അതായത് ഒരുപാട് ഫെസ്റ്റിവല് ഇവിടെ നടക്കുന്നുണ്ട്. നമുക്ക് തൊട്ട് മുന്നിൽ തന്നെ ഒരു ചെറിയൊരു റോഡ് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ. നമുക്ക് ആ റോഡിൻ്റെ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു റിവറിൻ്റെ നല്ലൊരു വ്യൂ ഒക്കെ കിട്ടും. പിന്നെ ഇവിടെ തന്നെ നമ്മൾ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ട അതേപോലത്തെ ഒരു ഇതുണ്ട്, സ്മാർട്ട് സിറ്റി ബിലാസ്പൂർ എന്നൊക്കെ എഴുതിയിട്ട്. വെള്ളമൊക്കെ നല്ല ശക്തിയിൽ തന്നെയാണ് ഒഴുകുന്നത്. ആ ഒരു പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് നമ്മൾ രണ്ടുപേരും. അയ്യോ ഫോണടി. ഈ വീട്ടിൽ ഒരാൾ കിടക്കുന്നുണ്ട്. ഇതാ
നമുക്ക് അധികം നടന്നു പോകാൻ പറ്റില്ല. നമുക്ക് ഈ ഒരു ഭാഗം വരെ ജസ്റ്റ് ഒന്ന് പോവാം. ആ ഒരു വ്യൂ മാത്രം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് തിരിക്കാം. ഇതുവഴി നടക്കാനുള്ള ചെറിയൊരു ഭാഗമുണ്ട്. ഇവിടെ നിന്ന് കാണുന്നൊരു വ്യൂ ഉണ്ട്, അതാ അടിപൊളിയല്ലേ? നമ്മൾ നേരത്തെ ഉണ്ടായത് അവിടെയാണ്, നമ്മുടെ ഹാപ്പി സ്ട്രീറ്റൊക്കെ. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഇതുവഴി തന്നെ തിരിച്ചു പോവാം. കാരണം ഈ ഒരു വ്യൂ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അവിടെ ആ ഒരു വണ്ടി ആ ഒരു കുഴിയിൽ വീണ്, ആ മാരുതിൻ്റെ. എല്ലാവരും ഭയങ്കര റഷ് ഡ്രൈവാണ് ഇവിടെ. പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയല്ലേ പോകുന്നത്. നമ്മൾ എന്തിനും മറ്റ് റെസ്റ്റോറൻറ്റുകൾ നോക്കണം. ഇവിടെ തന്നെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടതാണ്. നമ്മൾ ജബൽപൂർ പോയ സമയത്തല്ല ഇന്ത്യൻ കോഫി ഹൗസ് നിന്നാണല്ലോ ഫുഡ് കഴിച്ചത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇവിടെ നോക്കിയ സമയത്ത് 1 2 3 ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. 3 കണ്ടു. അതിൽ ഒരെണ്ണം നോക്കിയപ്പോൾ 2.2 കിലോമീറ്റർ ഉണ്ട് ഏറ്റവും നിയറസ്റ്റ് വരുന്നത്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ. അപ്പൊ നേരെ അങ്ങോട്ട് പോകാന്ന് വെച്ചു. വേറൊന്നും കൂടി ഉണ്ട്, അത് ഏകദേശം ഒരു 3 കിലോമീറ്റർ. മറ്റൊന്ന് അതിനെക്കാട്ടി കുറച്ച് ദൂരം. അപ്പം ഈ പറഞ്ഞ ആ ഒരു ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് പോകാം. ടെൻഷൻ അതല്ല, ഇന്ന് ഞായറാഴ്ചയാണ്. ഇത്രയും ദൂരം അവിടെ നടന്നെത്തുമ്പോഴത്തേക്കും അബദ്ധവശാൽ അത് ക്ലോസ് ഒക്കെ ആണെങ്കിലും എന്താണ്. അല്ല അത് പോട്ടെ, നമുക്ക് നോക്കാം. കാരണം എന്തായാലും നമുക്ക് പോയി നോക്കാം. എന്തായാലും നമുക്ക് അതുവഴി തന്നെയാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കും പോകേണ്ടത്. അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര കിലോമീറ്റർ? അവിടുന്ന് ഇന്ത്യൻ കോഫി ഹൗസിൽ ഒരു 2.5 കിലോമീറ്റർ വരും. പിന്നെന്ന് വെച്ചാൽ അല്ല ഇതിപ്പോ പോയതുകൊണ്ട് ബിലാസ്പൂർ വരുന്നവർക്ക് ഒരു ഉപകാരമാവുമല്ലോ. തീർച്ചയായും. ഇപ്പൊ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ഇതുവഴി പുറത്തോട്ട് ഇറങ്ങാം. ഇത് കുറച്ച് തിരക്കേറിയ ഒരു സ്ട്രീറ്റാണേ. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് പോകാനുള്ളത്, ഈ ഒരു വഴി. നമ്മൾ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് പോകുന്നത്. ഒരു ഗള്ളി വഴിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ല റോഡ് തന്നെയാണ്. ഇരുട്ട് വന്ന് തുടങ്ങി. കൂടുതലും ആൾക്കാർ താമസിക്കുന്ന ഒരു ഭാഗമാണ് ഇതൊക്കെ. സമയം 6:15. ഈ ഒരു ഭാഗത്തൊന്നും ഒരു കട പോലും തുറന്നിട്ടില്ല. നടന്നിട്ട് പോകാൻ വളരെ ചുരുക്കം ആൾക്കാർ മാത്രം. പൊടി പിടിച്ച ഒരു സ്ഥലം. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഭാഗം എത്താനായിട്ടില്ല, ഇനിയും പോകാനുണ്ട് 1 കിലോമീറ്ററും കൂടെ. ഈ ഒരു ഭാഗം കണ്ടിട്ട് അത്യാവശ്യം നല്ല ക്രൗഡ് തോന്നിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകാനുള്ളത്. ഒരു 400 മീറ്റർ കൂടെ പോകാനുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ബസ്സൊക്കെ നിർത്തുന്ന ഒരു ഭാഗത്ത് തിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം നടന്നെത്തി. എവിടെയോ ആണ്. ഇതല്ലേ ഇന്ത്യൻ കോഫി ഹൗസ്? ഇവിടെയാണ് ഇന്ത്യൻ കോഫി ഹൗസ് വരുന്നത്. ഞങ്ങളിവിടെ കോഫി ഹൗസിൻ്റെ അകത്ത് കയറിയാൽ നമുക്ക് രാത്രി കഴിക്കേണ്ട ബിരിയാണിയൊക്കെ വാങ്ങിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ 2 മിൽക്ക് ഷേക്കും കൂടെ കുടിക്കാമെന്ന് കരുതി. കഴിച്ചോ. ഇന്ത്യൻ കോഫി ഹൗസ് ബിലാസ്പൂർ. ഞങ്ങൾ കയറിയത് ഇവിടെയാണ്. ഇവിടെ പിന്നെ കേരള ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ആ ഒരു കേരള ചിക്കൻ ബിരിയാണിയാണ് ഇവിടുന്ന് വാങ്ങിച്ചത്. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ മതി. ലൊക്കേഷൻ ഗൂഗിളിൽ തന്നെ ഉണ്ട്. ഇവിടെ വരുന്നത് നിയർ ശിവ ടാക്കീസ് സ്ക്വയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് റോഡ് ബിലാസ്പൂർ എന്നാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ എന്താ പറയാ ഈ പറയുന്ന ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഒരു അഡ്രസ്സ് വരുന്നത്. ലൊക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടും. നമ്മുടെ ഇവിടെ തന്നെ ബിലാസ്പൂരിൽ തന്നെ 4 ഇന്ത്യൻ കോഫി ഹൗസുകൾ ഉണ്ടെന്നാണ്. 3 അല്ല 4 അതിനകത്തുള്ള സ്റ്റാഫ്സ് ഒക്കെ മലയാളീസ് ആണ്. ഒരുപാട് ആൾക്കാർ, പിന്നെ മലയാളീസ് ഒരുപാട് വരുന്ന ഈ കോഫി ഹൗസ് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്. കാരണം ഒരുപാട് പേര് ബിലാസ്പൂർ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കോഫി ഹൗസിനോടൊക്കെ വിട പറഞ്ഞ് നമ്മൾ പോവുകയാണ്. നമുക്കിനിപ്പോൾ നമ്മുടെ റിട്ടയർ റൂമിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. ഇനിയിപ്പോൾ ഇവിടെ നമുക്കൊരു ഓട്ടോ ആക്കിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ 2.5 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നടന്നു പോകുന്ന വഴിക്ക് തന്നെ ഒരു പരിപാടിയൊക്കെ കണ്ടുക. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഒരു റോഡാണിത്. ഇതൊരു രഥയാത്രേൻ്റെ ഭാഗമാണ് കേട്ടോ. അങ്ങനെ ഫൈനലി ബിലാസ്പൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. രാത്രിക്ക് നല്ല ലേറ്റൊക്കെ ഇട്ട് അടിപൊളിയാണല്ലോ. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു യാത്രയായിരുന്നു ഇന്ന്. സമയം ഇപ്പോൾ 7:10. ഈ ഒരു വീഡിയോയിൽ ബിലാസ്പൂരിനെ കുറിച്ച് കുറച്ചെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പ്രധാനപ്പെട്ട ഇവിടുത്തെ സ്റ്റേ ആണ്, റിട്ടയർ റൂം അടിപൊളിയാണ്, ചീപ്പാണ്. വരുവാണെങ്കിൽ ഇവിടെ തന്നെ ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. താമസം കാണിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഭക്ഷണവും പ്രധാനപ്പെട്ടാണല്ലോ. അതുകൊണ്ടാണ് ഇന്ത്യൻ കോഫി ഹൗസ് പരിചയപ്പെട്ടത്. ഇവിടെ തന്നെ 4 ഉണ്ട്. ഛത്തീസ്ഗഡിൽ ഒരുപാട് സ്ഥലത്ത് ഇന്ത്യൻ കോഫി ഹൗസുകളുണ്ട്. ബിലാസ്പൂർ ആയാലും ബിലായി എന്ന് പറഞ്ഞ സ്ഥലത്ത്, കോർബേല്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് എല്ലാവരും മലയാളികളാണ് കേട്ടോ. എല്ലാം നല്ല ഫ്രണ്ട്ലി തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ബിലാസ്പൂരിന്റെ ഒരുപാട് കാഴ്ചകൾ.
ഞങ്ങൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത പോലെയൊന്നും അല്ല, ഇവിടെ വന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ഒന്നല്ല ഒരു സ്ഥലം, ഇവിടെ വന്നാൽ മാത്രമേ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റൂ. മനു, ബിലാസ്പൂർ നമ്മൾ ഇതുവരെ വിചാരിച്ച പോലെ നമ്മൾ ലൈഫിൽ ഇനി മറക്കൂലല്ലോ. ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിന്തിച്ച പോലെ നല്ല ബിലാസ്പൂർ ശരിക്കും പറഞ്ഞാൽ. പിന്നെ വേറെ കാര്യം, ഞങ്ങൾ വാങ്ങിച്ച ബിരിയാണി ഇല്ലേ, ഫുൾ ബിരിയാണിയാണ് വാങ്ങിച്ചത്. അതിന് 450 രൂപയാണ് പ്ലസ് GST അടക്കം. അതെ, അത് നമ്മുടെ കേരളത്തിൽ കിട്ടുന്നതല്ല. വേറെ സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ കേരള ഫുഡ് കഴിഞ്ഞാൽ നല്ല കോസ്റ്റ്ലിയാണ്. പിന്നെ അതുപോലെ തന്നെ 4 പീസ് ഉണ്ട്, നല്ല റൈസ് ഒക്കെ ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്ന് വാങ്ങിയത്. തീർച്ചയായും. ഇനിയിപ്പം ഇവിടുന്ന് അടുത്ത ദിവസം എവിടത്തേക്കാ? നമ്മുടെ നാട്ടിലേക്ക് തന്നെയാണ് പോകുന്ന ഒരു ട്രെയിൻ യാത്ര നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നതിന്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നേരെ റൂം പോവാ, കുളിക്കുക, ഫുഡ് കഴിക്കുക, കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ കിടക്കുന്നുള്ളൂ. അതെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.